ഇത് നമുക്ക് സ്കൂളിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അനാർ പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കറികളൊന്നും പ്രത്യേകിച്ച് തയ്യാറാക്കേണ്ടതില്ല. അപ്പോൾ ഞാനിത് പ്ലെയിനായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമുക്കിതിനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം 1 or 2 കപ്പൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും കപ്പിന് അളവുണ്ടായിരിക്കണം. പിന്നെ ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഓണിയൻ എടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് ഓയിലിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് അടയുന്ന ഏത് പാത്രമുണ്ടോ അതിൽ വെക്കാവുന്നതാണ്. ഇനി കുക്കറിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് റൈസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. അങ്ങനെ ഇതിലേക്ക് ഇനി ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെരുംജീരകം മാത്രം ചേർത്ത് കൊടുക്കുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ക്യാരറ്റ് കുഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ കറക്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് ഇനി തിളച്ച് വരട്ടെ. അപ്പോൾ മൂടി വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് ഇത് തിളച്ച് വരും. ഇതിലേക്ക് ബീൻസ്, ഗ്രീൻ പീസ് അങ്ങനെ ഇഷ്ടമുള്ള എന്താണോ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടാനുസരണം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. റൈസ് അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊറ്റി വെള്ളം മാറ്റാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ വെള്ളവും റൈസും ഒരേ ലെവലിൽ എത്തുന്ന സമയമാകുമ്പോഴേക്കും കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരേ ലെവലിലാകുന്ന സമയത്ത് ഇതിലേക്ക് വളരെ കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് തൂളി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞാൽ ഇത് തുറന്ന് നമുക്കതിലേക്ക് ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും മല്ലിയില പുതിനയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാതള നാരങ്ങ. അപ്പോൾ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കാം. അപ്പോൾ അത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അനാർ പുലാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. ഇത് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കനൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ റെസിപ്പി കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റൈസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.